സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, ദീർഘമായ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ചരിത്ര പഠന ക്ലാസ് പുനരാരംഭിക്കുന്നത്. ഇത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട 12ാമത്തെ ക്ലാസ്സാണ്. മാസത്തിലൊരു ക്ലാസ് എന്നാണ് നമ്മൾ തീരുമാനിച്ചിരുന്നത്. ക്ലാസ് 12ാമത്തേതാണെങ്കിലും ഒരു വർഷത്തിലേറെ ആയി. കാരണം 2-3 മാസമായി നമ്മുടെ ക്ലാസ് നടന്നിട്ട്. റമദാനിന്റെ മുമ്പ് നിർത്തിവെച്ചതാണ്. പല കാരണങ്ങളാൽ അത് നീണ്ടുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ക്ലാസ് അത് മുറിയാതെ തുടർന്ന് കൊണ്ടുപോകാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇതുവരെ നമ്മൾ പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രബോധനവുമായി വന്നപ്പോൾ ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തന്നോട് ഏറ്റവും അടുത്ത ആളുകൾ അനുകൂല നിലപാട് സ്വീകരിച്ചു, അഥവാ അവർ വിശ്വാസികളായി മാറി. നബിയോട് ഏറ്റവും അടുത്തുള്ള നബിയുടെ കുടുംബം, പത്നി ഖദീജ റളിയല്ലാഹു അൻഹ, നബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ചെറുപ്പം മുതലേ തന്റെ സംരക്ഷണത്തിൽ വളർന്നിരുന്ന അലി റളിയല്ലാഹു അൻഹു, തന്റെ അടിമയായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹു എന്നിങ്ങനെയുള്ള തന്നോട് ഏറ്റവും കൂടുതൽ അടുപ്പവും ബന്ധവും പാലിച്ചിരുന്ന ആളുകളാണ് ആദ്യമായി വിശ്വാസം സ്വീകരിക്കാൻ സന്നദ്ധരായത്. അവിടെ നിന്ന് അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കാരണം നബിയിൽ വിശ്വസിച്ച ആളുകളുടെയും പ്രബോധന പ്രവർത്തനങ്ങൾ നിമിത്തമായി ഒറ്റയും തെറ്റയുമൊക്കെയായി പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നാൾക്കുനാൾ ഇസ്ലാമിന്റെ വൃത്തം അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് ശത്രുക്കൾ അതിനെ തടയിടാനുള്ള എല്ലാവിധ ശ്രമങ്ങളും നടത്തിയത്. ആദ്യം പ്രേരണയുടെ വഴിയും പിന്നീട് പ്രലോഭനത്തിന്റെ വഴിയും ഇതൊന്നും ഫലപ്രദമാകുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ പീഡനമുറകൾ സ്വീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ മാത്രമല്ല, മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ പഠനവിധേയമാക്കിയാലും അതത് ജനതയിലെ ശത്രുക്കൾ പ്രവാചകന്മാരോടും സത്യപ്രബോധകന്മാരോടും എക്കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട് ഇത് തന്നെയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പരിശോധിച്ചാലും കാണാം. മൂസാ നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന സത്യപ്രബോധനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുവാൻ ഫിർഔൻ ശ്രമിക്കുന്നത് ആദ്യം തന്റെ സംരക്ഷണത്തിൽ വളർന്ന ആളായിരുന്നു താങ്കൾ എന്നിങ്ങനെ തന്റെ പഴയകാല തന്നിൽ നിന്ന് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ പറഞ്ഞ് തന്റെ താൻ നൽകിയ സംരക്ഷണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി മഹാനായ മൂസാ അലൈഹിസ്സലാമിനെ നിശബ്ദനാക്കാനുള്ള ശ്രമമാണ് ആദ്യം ഫിർഔൻ ചെയ്തത്. അത് വിലപ്പോയില്ല എന്ന ഘട്ടം വന്നപ്പോൾ പിന്നീട്
പരിഹാസത്തിന്റെ രീതി സ്വീകരിച്ചിട്ടുണ്ട്, പിന്നീട് ഭീഷണിയുടെ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അത് പലവിധത്തിലുള്ള ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പീഡനങ്ങൾക്ക് ബനൂ ഇസ്രായേലിനെ വിധേയമാക്കുന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇതിന്റെ ആവർത്തനം തന്നെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന മേഖലയിലും നമ്മൾ കാണുന്നത്. സത്യവും അസത്യവും എന്ന് സംഘട്ടനം തുടങ്ങിയിട്ടുണ്ടോ അന്ന് മുതൽക്ക് ഈ രീതിയിലുള്ള സത്യത്തിനെതിരെയുള്ള ഈ ഒരു രീതി ശത്രുക്കൾ എക്കാലത്തും സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് ചരിത്രകൃതികൾ നമ്മളോട് വിളിച്ചു പറയുന്ന ഏറ്റവും വലിയ ഒരു പരമാർത്ഥമാണ്. ഇവിടെ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്ന വേളയിൽ ആദ്യം ശത്രുക്കൾ പീഡനത്തിന് വിധേയരാക്കുന്നത് ആ സമൂഹത്തിലെ വിശ്വാസികളായ ഏറ്റവും ദുർബലരായ ആളുകളെയാണ് ആദ്യമായി അവർ പീഡിപ്പിക്കുവാൻ മുന്നോട്ട് വരുന്നത്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള, സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അതുപോലെ അമ്മാർ ബിൻ യാസിർ കുടുംബത്തെ പോലെയുള്ള ആളുകളെ പീഡിപ്പിക്കാനാണ് ആദ്യം ഇവർ ശ്രമിച്ചത്. ബാക്കിയുള്ള ആളുകൾക്കും തുടക്കത്തിൽ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ഒക്കെ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തുടക്കത്തിൽ അവർ കേറി പിടിച്ചത് ദുർബലരായ ആളുകളെയാണ്. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്ന്, ആ ജനതയിൽ നിലനിന്നിരുന്ന ചില സമ്പ്രദായങ്ങളാണ്. അവര് തന്റെ കുടുംബത്തിൽ ഖബീലയിൽപ്പെട്ട ഒരാള്, അയാള് എന്ത് തന്നെ പറഞ്ഞാലും ശരി, തന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഇടം വലവും നോക്കാതെ അവർ സംരക്ഷിക്കും. അങ്ങനെ ഒരു രീതി അവിടെ ഉണ്ടായിരുന്നു. അവരുമായി സഖ്യത്തിൽ ഏർപ്പെടുന്ന ആളുകളെയും ഏത് വിധേനയും സഹായിക്കും. അവൻ പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടോ അന്യായമുണ്ടോ എന്ന പരിഗണനയൊന്നും നൽകാതെ നമ്മുടെ ആളാണ്, നമ്മുടെ കബീലയിൽപ്പെട്ട ആളാണ്, അതുകൊണ്ട് അവനെ സംരക്ഷിക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്നൊരു രീതി ഉണ്ടായിരുന്നു. ആ രീതി വിശ്വാസികൾക്ക് ചില ഘട്ടങ്ങളിലേക്ക് ഒക്കെ ഉപകരിച്ചിട്ടുണ്ട്. വിശ്വാസികളായതിന്റെ പേരിൽ പല ആളുകൾക്കും തുടക്കത്തിൽ മർദ്ദനം ഏൽക്കാതിരിക്കാനുള്ള കാരണം ഈ അവിടെ നിലനിന്നിരുന്ന ഈ ഒരു വ്യവസ്ഥയാണ് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. പിന്നീട് അവർ സമൂഹത്തിൽ അറിയപ്പെട്ടിരുന്ന ആളുകളിലേക്ക് തന്നെ മർദ്ദനത്തിന്റെ വൃത്തം വികസിപ്പിക്കുവാൻ തുടങ്ങി. അതിലാദ്യം നമുക്ക് ദുർബലരായിരുന്ന, പ്രതിരോധിക്കാനോ സംരക്ഷണം നൽകാനോ ഭൗതികമായും ആരുമില്ലാത്ത ശക്തമായ പീഡനത്തിന് വിധേയരായ ചില ആളുകളുടെ ചരിത്രം ആദ്യമേ സൂചിപ്പിക്കാം. അതിലൊന്ന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു അടിമയാണ്, നമുക്കതറിയാം. ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഉമയ്യയുടെ അടിമയായിരുന്നു. ഉമയ്യ എന്ന് പറയുന്ന കൊടിയ മുശ്രിക്കും ഇസ്ലാമിനോട് ഉള്ള അയാളുടെ പക, ഇസ്ലാമിനോടുള്ള അയാളുടെ ശത്രുത അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം അത്രയും തീവ്രമായ ഇസ്ലാമിക വിരോധിയായിരുന്നു ഉമയ്യ. ഈ ഉമയ്യയുടെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. കൊടിയ ശത്രുവിന്റെ വീട്ടിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു അനുയായി ഉണ്ടായി. അത് അള്ളാന്റെ ഒരു ഹിക്മത്ത് കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പാടെ ഇല്ലാതെയാക്കാനും നാമാവിശേഷമാക്കാനും ശ്രമിക്കുന്ന ഉമയ്യയുടെ വീട്ടിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സത്യപ്രബോധനം സ്വീകരിച്ച അവിടുന്ന് തന്നെ ഒരു വെളിച്ചമുണ്ടായി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ ഹിക്മത്ത് തന്നെയാണ്.
അങ്ങനെ പല ഹിക്മത്തുകളും പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അത് വഴിയെ നമുക്ക് മനസ്സിലാക്കി. ഇപ്പോൾ നമുക്ക് ബിലാൽ റളിയല്ലാഹു തആല അൻഹു നേരിട്ടിട്ടുള്ള ചില പീഡനങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന് അതിൽ നിന്ന് എങ്ങനെയാണ് മോചനം ലഭിച്ചത് എന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് ഒരു ഹിമാലയം കണക്ക് ഉറച്ചു നിൽക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്നും അതാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ഇതുപോലെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സാവകാശം, സാവധാനം, അവധാനതപൂർവ്വം ഇത്തരം ചരിത്രങ്ങൾ നമ്മൾ വായിക്കുകയും അതിലുള്ള പാഠം പകർത്തുകയും വേണം. കേവലം ചരിത്രം പറഞ്ഞു പോകുക എന്നതല്ല. ചരിത്രം പറയുന്നത് പാഠം പഠിക്കാൻ കൂടിയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് തങ്ങളുടെ കാരണവന്മാരുടെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുവാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഉമയ്യയും കൂട്ടരും നടത്തിയിട്ടുണ്ട്. അതൊക്കെ നിഷ്ഫലമായി. ആ ശ്രമമൊക്കെ നടക്കാതെ പോയി. അവസാനം മർദ്ദനം സ്വീകരിക്കാൻ തുടങ്ങി. മർദ്ദനം പൊഴുക്കുന്ന അഥവാ ഇങ്ങനെ മണലാരുണ്യം ചുട്ട് അതിങ്ങനെ പൊള്ളുന്ന ഒരു അതിതീവ്രമായ ചൂടുള്ള സമയമാകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊണ്ടുപോയി അവിടെ ഈ മണലിൽ കിടത്തി ശരീരം പൊള്ളലേൽപ്പിച്ച് പഴയ വിശ്വാസത്തിലേക്ക് മടങ്ങാൻ നിർബന്ധിക്കും. ശക്തമായ വലിയ ഭാരമുള്ള കല്ല് കൊണ്ടുവന്ന് തന്റെ ശരീരത്തിൽ വെക്കും. എന്നിട്ട് ബഹുദൈവാരാധനയിലേക്ക് ക്ഷണിക്കും. അവരുടെ വിഗ്രഹങ്ങളെ വിളിക്കാനും അവരെ പ്രശംസിക്കുവാനും ഒക്കെ ആവശ്യപ്പെടും. പക്ഷെ അതിനൊന്നും അദ്ദേഹം വഴങ്ങിയില്ല. ഈ മർദ്ദന മുറകൾ നിരന്തരമായി തുടർന്നുകൊണ്ടിരിക്കുമ്പോ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമയ്യ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങനെ തുല്യതയില്ലാത്ത പീഡനത്തിന് വിധേയമാക്കുന്ന വേളയിൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ഉമയ്യയോട് ചെന്നിട്ട് ചോദിച്ചു, അലാ തത്തഖില്ലാഹ ഫീ ഹാദൽ മിസ്കീൻ, ഈ ഒരു സാധുവിന്റെ വിഷയത്തിൽ നിനക്ക് അള്ളാനെ കാത്തൂടെ, അള്ളാനെ പേടിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അള്ളാനെ പേടിച്ചൂടെ എന്ന് ചോദിക്കുന്നത് അള്ളാഹിൽ വിശ്വാസമുള്ളതുകൊണ്ടാണ്. ഇവർക്ക് അള്ളാഹിൽ ഉമയ്യയോടെ ചോദിക്കണം, നിനക്ക് അള്ളാനെ പേടിച്ചൂടെ. അപ്പൊ ഉമയ്യക്ക് അള്ളാഹിൽ വിശ്വാസമുണ്ട്. മക്കാമുശ്രികൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മളെ എവിടുന്നോ തട്ടിക്കൂട്ടിണ്ടാക്കിയ ഒരു ആശയാണെന്നാണ് ആളുകളെ ധാരണ. അത് ശരിയല്ല. അവർക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഉമയ്യ പറഞ്ഞു, ഈ ബിലാലിനെ ഈ വിധത്തിലുള്ള പീഡനത്തിന് വിധേയമാകാനുള്ള അതിനുള്ള കാരണം നീയാണ്. ഇതുപോലെയുള്ള പീഡനത്തിന് ബിലാൽ വിധേയനാകുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന കാരണം നീയാണ്. കാരണം നിന്റെ ദഅവത്ത് കാരണം, മുഹമ്മദിന്റെ ദഅവത്ത് കാരണമൊക്കെയാണ് ആ ബിലാല് മുസ്ലിമായത്. അപ്പൊ നീയാണ് അതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എങ്കിൽ അതെ ബിലാലിനെ ഞാൻ വിലക്ക് വാങ്ങാൻ തയ്യാറാണ്, എനിക്കിന് വിറ്റാൽ ഞാൻ വാങ്ങിക്കൂടാ. അപ്പോ വില പറഞ്ഞ് 40 വെള്ളിക്കാശിന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ഉമയ്യ എന്ന് പറയുന്ന കൊടിയ മുശ്രിക് ബിലാൽ റളിയല്ലാഹു അൻഹുവിന് വിറ്റു എന്നാണ് ഒരു റിവായത്തിൽ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അതിശക്തമായ പീഡനത്തിന് വിധേയമാക്കുന്ന വേളയിലും ജീവൻ അപായപ്പെടുമെന്ന ഘട്ടം വന്നപ്പോൾ പോലും ഒരിക്കലും ആത്മരക്ഷാർത്ഥം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി പോലും അദ്ദേഹം വിശ്വാസം തള്ളിപ്പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഉള്ളിൽ വിശ്വാസം നിറച്ചുകൊണ്ട് ജീവൻ രക്ഷിക്കാൻ ആത്മസംരക്ഷണാർത്ഥം കുഫറിന്റെ വാചകം പറയുന്നതിന് വിരോധമില്ല. പക്ഷെ എന്നിട്ടും ബിലാൽ റളിയല്ലാഹു തആല അൻഹു അതിന് സന്നദ്ധനായില്ല. വേറെ ചില സ്വഹാബികൾ ഇത്തരം ഘട്ടങ്ങൾ വന്നപ്പോൾ ഉള്ളിൽ വിശ്വാസം നിറച്ചുകൊണ്ട് പ്രത്യക്ഷത്തിൽ കുഫറിന്റെ വാചകം പറഞ്ഞ സംഭവങ്ങളുണ്ട്. അത് വഴിയെ വരും. ഇവിടെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അഹദ് അഹദ്, അല്ലാഹു മാത്രമാണ് ആരാധ്യൻ, അവൻ മാത്രമാണ് ഏകൻ
ഏകൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം തന്റെ പീഡനമുറകൾ അതുവഴി ബിലാലിനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന ബോധ്യത്തിൽ നിന്ന് കൂടിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ വിൽക്കാൻ തയ്യാറാകുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ തോറ്റുപോകുന്നത് ബിലാൽ റളിയല്ലാഹു അൻഹു അല്ല. ഇവിടെ യഥാർത്ഥത്തിൽ തോറ്റത് ഉമയ്യയാണ്. തന്നെ കൊണ്ടാവും വിധത്തിലുള്ള എല്ലാ മർദ്ദനമുറകളും സ്വീകരിച്ചിട്ടും ഒരു നിമിഷം പോലും അവരുടെ പഴയ വിശ്വാസത്തെ ഏറ്റുപറയാൻ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. ഒരു നിലക്കും ബിലാൽ റളിയല്ലാഹുവിനെ പിന്തിരിപ്പിക്കാൻ സാധ്യമല്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് വിൽക്കാൻ തയ്യാറായതിന്റെ ഒരു കാരണം പറയുന്നത്. രണ്ട് പ്രധാന കാരണങ്ങളാണ് ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഈ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒരു പാറ കണക്കെ അദ്ദേഹം ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാനപരമായ രണ്ട് കാരണങ്ങൾ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹം അത്ര കണ്ട് ഈ വിശ്വാസത്തിൽ അദ്ദേഹത്തിന് അടിയുറച്ച അതിന്റെ വിശ്വാസത്തിന്റെ മനസ്സിൽ വേരോട്ടം കിട്ടിയിരുന്നു എന്നാണ്. അങ്ങേറ്റത്തെ സത്യസന്ധത, താനെ മനസ്സിലാക്കിയ കാര്യം പരമയാഥാർത്ഥ്യമാണ്, പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് കൃത്യമായും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഉറച്ചു നിൽക്കാൻ പറ്റിയത്. വിശ്വാസം അല്ലെങ്കിൽ കഴിയില്ല. ഇപ്പൊ നമ്മളൊക്കെ പലവിധ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ്. കടുത്ത ഒരു പരീക്ഷണം വരുമ്പോ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന് പരിക്കുണ്ടാകരുത്. ഖുർആൻ പറയുന്നുണ്ട്, ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ചില ആളുകളുണ്ട്. ഒരു ഭൗതികമായ നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ച് എന്തെങ്കിലും ഒരു മുസീബത്ത് ബാധിച്ചാൽ ഈ വിശ്വാസങ്ങളും ആദർശവും ഒക്കെ കഴിയൊഴിഞ്ഞവർ അവരുടെ ഭൗതിക സുഖവും സൗകര്യങ്ങളും നോക്കി പോകുന്ന തരത്തിലുള്ള ആളുകൾ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബിലാൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഉറച്ചു നിന്നതിന്റെ അടിസ്ഥാന കാരണം വിശ്വാസത്തിന് അത്ര കണ്ടവരുടെ മനസ്സിൽ വേരോട്ടമുണ്ടായിരുന്നു എന്നാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. രണ്ട്, ആ വിശ്വാസം വഴി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഹൃദയശുദ്ധിയാണ്, തസ്കിയത്താണ്. ഇത് രണ്ടും വിശ്വാസം വഴി കിട്ടുന്ന വിശ്വാസത്തിന്റെ ഗുണഫലമാണ് ഹൃദയവിശുദ്ധി. ആ ഹൃദയവിശുദ്ധി ഉണ്ടെങ്കിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും എന്നാണ് ഇതിന്റെ ഏറ്റവും സുപ്രധാനമായ പാഠം. ഇങ്ങനെ അദ്ദേഹം അതിശക്തമായ പീഡനം സഹിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഹലോകത്ത് വെച്ച് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ഒരു സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ബിലാൽ, ഇന്നി സമിഅതു ഹശ്ഫനഅലിക ബൈന യദയിൽ ജന്ന, സ്വർഗത്തിൽ താങ്കളുടെ ചെരുപ്പിട്ട് നടക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേട്ടല്ലോ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവിടെ സഹിച്ച പീഡനത്തിന്റെ അതിനുള്ള തുല്യതയില്ലാത്ത പ്രതിഫലമായി അദ്ദേഹത്തിന് സ്വർഗലോകം കിട്ടുമെന്നുള്ള സുവിശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു തആല അൻഹു അഭിസംബോധന ചെയ്യാറുള്ളത് ബിലാൽ എന്നായിരുന്നില്ല, സയ്യിദ് എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മുടെ നേതാവാണ് ബിലാൽ. സയ്യിദുന വഅതക സയ്യിദുന, ബിലാൽ നമ്മുടെ നേതാവാണ്. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി വിട്ടത് നമ്മുടെ മറ്റൊരു നേതാവായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്ന് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്. നോക്കൂ നിങ്ങൾ, ഒരാൾ ഈമാൻ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരവും പ്രതിഫലവും അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനവും ഒക്കെയാണ് അതുവഴി ഇതിലൂടെ കിട്ടുന്നത് എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പാഠം. മറ്റൊന്ന്, ദുർബലയായിരുന്ന ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു, സുന്നൈറ. നമ്മളധികം കേട്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷെ. അവര് ഇസ്ലാം മതം സ്വീകരിച്ചു. അവരും അടിമയായിരുന്നു. അവരെയും ബിലാൽ റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. ഒരുപാട് സാധുക്കളെ
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കാശ് കൊടുത്ത് സ്വതന്ത്രരാക്കി വിട്ടിട്ടുണ്ട് വിശ്വാസികളെ. അപ്പൊ ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം അല്ല, അന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അബൂബക്കർ, നിനക്ക് നല്ല തടിമിടുക്കും കരുത്തും ഒക്കെയുള്ള നല്ല ശക്തരായ ആളുകളെ നിന്റെ കൂടെ നിർത്തിക്കൂടെ? ഈ അടിമകളെ മോചിപ്പിച്ചിട്ട് എന്താ കാര്യം? നീ നല്ല കൈക്കരുത്തുള്ള കൈത്തണ്ടക്ക് ബലമുള്ള ആളുകളെ നിന്റെ കൂടെ നിർത്തിയാൽ, അത്തരത്തിലുള്ള ആളുകളൊക്കെ കൂടെ നിർത്താൻ നിന്റെ സമ്പത്ത് നീ ഉപയോഗിച്ചാൽ നിനക്കൊരു പ്രതിസന്ധി വരുമ്പോ പ്രതിരോധിക്കാൻ അവരുണ്ടാവും നിന്റെ കൂടെ, അങ്ങനെ ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനമോ പ്രതിഫലമോ ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാനിത് ചെയ്യുന്നത്. എന്റെ ഏക ലക്ഷ്യം, എന്റെ ഏക ഉദ്ദേശ്യം എനിക്ക് റബ്ബിന്റെ പക്കൽ നിന്നുള്ള പ്രതിഫലമാണ്. അതിന് മാത്രമേ ഞാൻ ഊന്നൽ നൽകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ മോചിപ്പിക്കുന്ന ആളുകളെ, അവരെ എനിക്ക് ഇവിടെ ഇഹലോകത്ത് പ്രയോജനകരമാകുമോ, എനിക്കൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പ്രതിരോധിക്കാൻ അവർ എന്റെ കൂടെ നിൽക്കാൻ പറ്റിയ ആളുകളാണോ എന്നൊന്നും ഞാൻ ചിന്തിക്കാത്ത വഴിക്ക് എന്റെ ചിന്ത പോകുന്നേയില്ല എന്ന് അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് അബൂ ഖുഹാഫ മുശ്രിക്കാണ്. അദ്ദേഹം വളരെ വൈകിയാണ് ഇസ്ലാമിലേക്ക് വരുന്നത്. മക്ക വിജയനാളിൽ വർഷത്തിലാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് എന്നാണ് ഇവിടെ പറയപ്പെട്ട. സുന്നൈറ എന്ന് പറയുന്ന ഈ മഹദി ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അവിടെ കണ്ണിന്റെ കാഴ്ച പോയി. അപ്പൊ ശത്രുക്കൾക്ക് നല്ലൊരു വടിയ കിട്ടി. അവർ പറഞ്ഞത് ലാത്തയുടെ ഗുരുത്തക്കേടാണ്. നീ ഞങ്ങളുടെ മതം വിട്ടേച്ചു പോയത് കൊണ്ട് ലാത്തയുടെ ഗുരുത്തക്കേട് തട്ടിയതാണ് നിനക്ക് എന്ന് പറഞ്ഞപ്പോ, അതല്ല, എന്റെ കണ്ണ് അല്ലാഹു തആല തിരിച്ചെടുത്തതാണ്. ആ കാഴ്ച തിരിച്ചെടുത്ത അല്ലാഹുവിന് തന്നെ അത് തിരിച്ചു തരാനും കഴിയും. നിങ്ങളുടെ ലാത്തക്കോ ഉസ്സക്കോ അതിന് സാധ്യമല്ല എന്ന് ഉറച്ച ഒരു പ്രഖ്യാപനം അവർ ആ സന്ദർഭത്തിൽ തിരിച്ചടിച്ചതായി കാരണം. വലിയ വലിയ ഖുറൈശി തമ്പുരാക്കന്മാരോടാണ് ഈ ദുർബലരായ സ്ത്രീകൾ ഇത് പറയുന്നത്. അവത് എവിടുന്ന ഈ ധൈര്യം കിട്ടുന്നത്? വിശ്വാസം മനസ്സിൽ കടന്നുകൂടിയാൽ, പ്രവേശിച്ചാൽ അതുവഴി അവർക്ക് അസാധാരണമായ ഒരു ധൈര്യം ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ്. രണ്ടാമത്, പീഡന മുറകൾക്ക് വിധേയരായ ആളാണ് അമ്മാർ ഇബ്നു യാസിർ കുടുംബം മൊത്തം. യാസിർ എന്ന് പറയുന്നത് അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവാണ്. ഇവർ യഥാർത്ഥത്തിൽ യമനികളാണ്. യമനിൽ നിന്ന് മക്കയിൽ വന്നതാണ്. യമനിൽ നിന്ന് മക്കയിൽ വന്നു. മക്കയിൽ പിന്നെ അവർ സ്ഥിരതാമസമാക്കിയപ്പോ അവർക്ക് അബൂ ഹുദൈഫ അൽ മഖ്സൂമിയ എന്ന് പറയുന്ന അവിടുത്തെ പ്രധാനിയായ ഒരാൾ അവരുടെ കൂടെ ഇവരെ ചേർത്തു. അവർക്ക് സംരക്ഷണം കൊടുത്ത് അവരുടെ കൂടെ ചേർത്തു. എന്നിട്ട് അബൂ ഹുദൈഫ എന്ന് പറയുന്ന ആള് അയാളുടെ കീഴിലുണ്ടായിരുന്ന സുമയ്യ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ യാസിറിന് വിവാഹം ചെയ്തു കൊടുത്തു. യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണല്ലോ സുമയ്യ റളിയല്ലാഹു അൻഹു. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അവരുടെ കീഴിൽ ഇങ്ങനെ കഴിയുന്ന വേളയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തുമായി, പ്രവാചകത്വവുമായി കടന്നു വരുന്നത്. ഈ സത്യസന്ദേശം കേട്ടപാടെ അത് ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്ത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായി കഴിയുന്ന വേളയിലാണ് ഇവർ മുസ്ലിമായ വിവരം ഇവർക്ക് സംരക്ഷണം നൽകുന്ന ഈ മഖ്സൂമിയ കുടുംബം അറിയുന്നത്. അതറിഞ്ഞത് മുതൽക്ക് ഇവരെ പരസ്യമായി ഇവരെ ശിക്ഷിക്കുവാൻ ഇവർ ഒരുങ്ങി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഒരു പാഠമാകാൻ ഇവരെ പരസ്യമായി ശിക്ഷിക്കും. ചുട്ടുപൊഴുത്ത മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ആളുകൾ കാണെ പരസ്യമായി ഇവരെ ശിക്ഷിക്കും, പൊള്ളിക്കും. പല വിധേനയുള്ള പീഡനങ്ങൾക്ക് വിധേയനാക്കും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ ശക്തമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന വേളയിൽ അവരുടെ അരികിലൂടെ പോകും. നബിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവരെ നബി ആശ്വസിപ്പിക്കും.
സുബ്റൻ അല യാസിർ ഫഇന്ന മൗഇദകുമുൽ ജന്ന. യാസിർ കുടുംബമേ ക്ഷമിക്കുക, നിങ്ങൾക്കുള്ള വാഗ്ദാനം സ്വർഗമാണ് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. സുമയ്യ റളിയല്ലാഹു തആല അൻഹ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവരും ഒരു നിലക്കും പിന്തിരിയാൻ തയ്യാറായില്ല. അവസാനം അബൂജഹൽ എന്ന് പറയുന്ന കൊടിയ മുശ്രിക് ധിക്കാരി, അവൻ ഒരു ചാട്ടുളി കൊണ്ട്, ഒരു കുന്തം കൊണ്ട് സുമയ്യ റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹിയ ഭാഗത്ത് കുന്തം അതുകൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് സുമയ്യ റളിയല്ലാഹു തആല അൻഹു. യാസിർ റളിയല്ലാഹു അൻഹുവിനെയും അവരങ്ങനെ വധിച്ചു. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിന് പിന്നെയും ദീർഘകാലം ജീവിക്കുവാനുള്ള ആയുസ് അല്ലാഹു തആല നൽകി. അമ്മാർ റളിയല്ലാഹു തആല അൻഹുവിനെ അവർ കൊടിയ ഫിത്നകൾക്ക് വിധേയനാക്കി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അങ്ങേയറ്റത്തെ പീഡനത്തിന് വിധേയമാക്കിയത് കൊണ്ട് താൻ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പോലും അറിയാത്ത വിധത്തിൽ അദ്ദേഹത്തിന്റെ ബുദ്ധി പോലും പല സമയങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്ത് അവർ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് നബിനെ ചീത്ത വിളിക്കാൻ പറഞ്ഞു, അവരുടെ ആരാധ്യ വസ്തുക്കളെ പുകഴ്ത്തി പറയാൻ പറഞ്ഞു. അവരുടെ ലാത്ത ഉസ്സ മനാത്ത പോലെയുള്ള അവരുടെ ആരാധ്യ വസ്തുക്കളെ പുകഴ്ത്താൻ അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ അവർ നിർബന്ധിച്ചു. മഹാനായ അമ്മാർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇത്തരം ഒരു ജീവൻ അപായപ്പെടുന്ന ഘട്ടമായതുകൊണ്ട് അവരുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തി പറയാൻ അദ്ദേഹം ഒരുങ്ങി തയ്യാറായി. അത് വേറെ രക്ഷയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയാനും അദ്ദേഹം നിർബന്ധിതാവസ്ഥയിൽ അതിന് നിന്നു കൊടുക്കേണ്ടി വന്നു. ഇത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് നബിയോട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വലിയ ഗുരുതരമായ ഒരു പാപം എന്റെ പക്കൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ട്. എന്താണ്? ഞാൻ അങ്ങയെ കുറിച്ചും അങ്ങയുടെ ദീനിനെ കുറിച്ചും ഇകഴ്ത്തി പറയുകയും ഇവരുടെ വിഗ്രഹങ്ങളെ പുകഴ്ത്തി പറയുകയും ചെയ്യേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി. കാരണം അതിന് മാത്രം വലിയ അസഹ്യമായ പീഡനമാണ് എനിക്ക് ഏൽക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അമ്മാർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, ഇത് പറയുമ്പോ നിന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു? മനസ്സെങ്ങനെ ഉണ്ടായിരുന്നു? അതേ, മനസ്സ് ഈമാൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. മനസ്സിൽ നല്ല ഈമാനുണ്ട്. പക്ഷേ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് എനിക്കങ്ങനെ പറയേണ്ടി വന്നത് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനിയും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ഇതേ നിലപാട് തന്നെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടം വരുമ്പോ നിനക്ക് അങ്ങനെ ചെയ്യാം. എന്നെ തള്ളിപ്പറയാം, എന്നെ കുറ്റം പറയാം, അവിടെ വിഗ്രഹങ്ങളെ അതിനെ പുകഴ്ത്തി പറയാം. പക്ഷെ ഉള്ളിൽ വിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും എന്തൊക്കെ വിളിപ്പിക്കലുണ്ട്. എന്താണ് ജയ് ശ്രീറാം എന്ന് എനിക്കറിയില്ലത്. ഇത് വിളിപ്പിക്കുന്ന ഒരാൾ നിർബന്ധിപ്പിച്ചത് വിളിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ വിധി എന്താ? ഇതാണ് ഇവിടെ ഈ അമ്മാർ റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ച നിലപാട് നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ മനസ്സിൽ ഈമാൻ നിറച്ചിട്ട് ആത്മരക്ഷാർത്ഥം അങ്ങനെ ചെയ്യാൻ അതിൽ തെറ്റില്ല. അങ്ങനെ ഒരു ഇളവ് ദീനിലുണ്ട്. എന്നാൽ ബിലാൽ റളിയല്ലാഹു തആല ഇളവും സ്വീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ ഉറച്ച നിലപാട്, ഞാനിനി എന്റെ ജീവനെ ഞാൻ ഒരു വിലയും വിഷയത്തിൽ കൽപ്പിക്കണില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ എനിക്ക് സഹിക്കേണ്ടി വരുന്ന പീഡനങ്ങളെ ഞാൻ പുല്ലുപോലെയാണ് ഞാൻ കാണുള്ളൂ. എനിക്ക് ഒട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ അതിൽ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് പറയുന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പൊ ഇത് രണ്ടും അനുവദനീയമാണ്. ഒരാൾക്ക് അങ്ങനെ ഇതുപോലെ ബിലാൽ റളിയല്ലാഹു തആല അൻഹു സ്വീകരിച്ച ആ രീതിയിലുള്ള ഉറച്ച നിലപാട് സ്വീകരിക്കണമെങ്കിൽ അയാൾക്ക് അത് ആവാം. അതല്ല, എനിക്ക് ഇത്രയൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഞാനിത് പറഞ്ഞെങ്കിലേ എന്റെ ആത്മാവിന് എന്റെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റൂ എന്നൊരു സ്ഥിതിയാണെങ്കിൽ അയാൾക്ക് ഈ ഇളവും സ്വീകരിക്കാം. രണ്ടും ഇതിന്റെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും.
പിന്നീടുള്ള ഇദ്ദേഹത്തിന്റെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തിൻ നഹ്ലിലെ 106-ാമത്തെ വചനം അവതരിക്കുന്നത്. അഥവാ നിർബന്ധിതാവസ്ഥയിൽ കുഫ്ർ ചെയ്യാൻ ഒരാൾ നിർബന്ധിച്ചാൽ അയാൾക്കത് പറയാം, പക്ഷെ അയാളുടെ കൽബ് ഈമാൻ കൊണ്ട് നിറഞ്ഞതായിരിക്കണം, ഈമാൻ കൊണ്ട് ശാന്തമടഞ്ഞ മനസ്സാണ് എങ്കിൽ അതിൽ വിരോധമില്ല എന്ന് പറയുന്ന ആ ആശയം ഉൾക്കൊള്ളുന്ന സൂറത്തുൻ നഹ്ലിലെ 106-ാമത്തെ വചനം ഈ വിഷയത്തിലാണ് അവതരിച്ചിട്ടുള്ളത്. മറ്റൊരു സഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. അതിശക്തമായ പീഡനത്തിന് വിധേയനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവിച്ച പീഡനങ്ങളിൽ ഏറ്റവും പ്രധാനം മാനസികമായ പീഡനമാണ്. കാരണം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ശപഥം ചെയ്തു. ഇത് പലപ്പോഴും നമ്മള് ഖുതുബകളിലും മറ്റു ക്ലാസ്സുകളിലും നമുക്ക് കേട്ട് ശീലിച്ച കാര്യങ്ങളാണ്, പരിചിതമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് വിശദമായി ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഉമ്മ ശപഥം ചെയ്തു. എന്താ ശപഥം? സഅദ്, നീ നമ്മുടെ പഴയ വിശ്വാസ ആചാരങ്ങളിലേക്ക് തിരിച്ചു വരാത്ത കാലത്തോളം ഞാൻ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യാതെ ഞാനിങ്ങനെ പട്ടിണി കിടന്ന് ഞങ്ങൾ മരിക്കും. അവസാനം ആളുകൾ നിന്നെ കുറിച്ച് ഉമ്മയെ പട്ടിണി കിട്ട് കൊന്നവൻ എന്നൊരു ദുഷ്പേരും ആക്ഷേപവും നീ പേറേണ്ടി വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്ഷേപം നിനക്ക് ഏൽക്കാതിരിക്കണമെങ്കിൽ നീ നമ്മുടെ പഴയ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു തആല അൻഹു പലതവണ ഉമ്മയോട് ഈ ശപഥത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞു. പക്ഷേ ഉമ്മ തന്റെ ശപഥത്തിൽ ഉറച്ചു നിന്നു. അവസാനം സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ ഉമ്മ തഅലമീന വല്ലാഹി ലൗ കാനത് ലകി മിഅതു നഫ്സിൻ ഫഖറജത് നഫ്സൻ നഫ്സാ മാ തറക്തു ദീനി ഹാദാ ലിശൈഇൻ ഫഇൻ ശിഇതി ഫകുലി വഇൻ ശിഇതി ലാ തഅകുലി. അദ്ദേഹം ഉമ്മയോട് പറഞ്ഞു, എന്റെ പൊന്നു ഉമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു 100 ജന്മം നൽകി. അതിലെ ഓരോ ജന്മവും ഞാൻ ഈ സത്യമതം ഒഴിവാക്കി നിങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ പട്ടിണി കിടന്ന് അങ്ങനെയാണ് മരിച്ചാലും ഞാനിതിന് പൂർണ്ണ പ്രശ്നമല്ല. നിങ്ങൾക്കൊരു 100 ജന്മം കിട്ടി. ആ 100 ജന്മവും നിങ്ങൾ ഈ വിധത്തിൽ എന്റെ ഇസ്ലാം എന്നുള്ള പിന്മാറ്റത്തിന് വേണ്ടി ശപഥം ചെയ്ത് അതിൽ നിന്ന് പട്ടിണി കിടന്ന് വെള്ളം കുടിക്കാതെ പട്ടിണി കിടന്ന് മരിക്കും നിങ്ങൾ ശപഥം ചെയ്തു. 100 ജന്മവും നിങ്ങൾ അങ്ങനെ വിനിയോഗിച്ചാലും ഞാതിന് പൂർണ്ണ പ്രശ്നമല്ല എന്നങ്ങോട്ട് തുറന്ന് പ്രഖ്യാപിച്ചപ്പോ തുടർന്നുകൊണ്ട് അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോളൂ, വേണമെങ്കിൽ വെള്ളം കുടിച്ചു, ഞാതിന്ന് പോരൂലെന്നോ. ഉമ്മ തന്റെ ശപഥം അത് ലംഘിച്ചു. ശപഥത്തിൽ നിന്ന് അവർ പിന്മാറേണ്ടി വന്നു. ഈ വിഷയത്തിലാണ് സൂറത്ത് അങ്കബൂത്തിലെ വചനം അവതരിക്കുന്നത്. സൂറത്ത് അങ്കബൂത്തിൽ ഇത് സംബന്ധമായി പറഞ്ഞിട്ടുള്ളത്, വവസ്വൈനൽ ഇൻസാന ബിവാലിദൈ ഹുസ്നാ വഇൻ ജാഹദാക ലിതുശ്രിക ബിമാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ എന്ന് പറയുന്ന വചനം സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയത്തിൽ അവതരിച്ചതാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്തു കൊടുക്കണമെന്നും നിങ്ങൾക്ക് ഇതാ ഞാൻ ശക്തമായ വസിയത്ത് നൽകുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അവർ മാതാപിതാക്കൾ നിന്നോട് എന്നിൽ പങ്കു ചേർക്കാൻ നിർബന്ധിച്ചാൽ നീ ഒരിക്കലും എന്നിൽ പങ്കു ചേർക്കരുത്. ആ വിഷയത്തിൽ നീ അവരനുസരിക്കരുത്, അവരനുസരിച്ചു പോകരുത്. എന്നാൽ സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു പറഞ്ഞു, വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ഐഹിക ജീവിതത്തിൽ നല്ല നിലക്ക് അവരോട് സഹകരിക്കുകയും വേണം. അപ്പൊ നമ്മുടെ ആദർശത്തിലല്ല മാതാപിതാക്കൾ, എങ്കിലും മാതാപിതാക്കൾ എന്ന പരിഗണന നമ്മൾ ഭൗതികമായ എല്ലാ പരിഗണനയും അവർക്ക് കൊടുക്കണം. രോഗിയായാൽ ചികിത്സിക്കണം, അവർക്ക് ചെലവിന് കൊടുക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ ആദർശത്തിന്റെ വിഷയം വരുമ്പോ ഒരു നിലക്കുള്ള സഹകരണം ഉണ്ടാകാനും പാടില്ല.
ശിർക്ക് ചെയ്യുമായി ബന്ധപ്പെട്ട ഒരു വിധത്തിലുള്ള സഹായമോ സഹകരണമോ ആര് തന്നെയായാലും അതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കരുത് എന്നാണ് ഇതിന്റെ ഏറ്റവും വലിയ പാഠമായി പറയുന്നത്. മറ്റൊന്ന് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു സാധു, സാമ്പത്തികമായ പറ്റേ താഴേക്കിടയിലുള്ള ഒരാളായിരുന്നു. ഈ വാള്, പരിച പോലെയുള്ള വസ്തുക്കളുടെ നിർമ്മാണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചപ്പോ അദ്ദേഹം അൽ ഖുസാഇയ്യ, ഉമ്മു അൻമാർ അൽ ഖുസാഇയ്യ എന്ന് പറയുന്ന സ്ത്രീയുടെ കീഴിലാണ് അദ്ദേഹം, അവരുടെ കീഴിലാണ് അദ്ദേഹം കഴിയുന്നത്. അവർ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ഇരുമ്പ് പഴുപ്പിച്ച് ശരീരം പൊള്ളിപ്പിച്ചിരുന്നു. ഇരുമ്പ് പഴുപ്പിച്ചിട്ട് പച്ച ശരീരം പൊള്ളിപ്പിക്കുക, തീക്കണലിൽ അവരെ കിടത്തുക, എന്നിട്ട് ശരീരം പൊള്ളിക്കുക, ഇങ്ങനെ ചെയ്തിരുന്നു എന്ന്. അങ്ങനെ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, കടുത്ത പ്രയാസമാണ് ഞാൻ അനുഭവിക്കുന്നത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മൻസുർ ഖബ്ബാബ, അല്ലാഹുവേ ഖബ്ബാബിനെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് എന്താ സംഭവിച്ചതെന്നറിയോ? ഇവരെ ശക്തമായി ഇങ്ങനെ പീഡിപ്പിച്ചിരുന്ന ഉമ്മു അൻമാർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് തലക്ക് മാരകമായ രോഗം പിടിപെട്ടപ്പോ അന്നത്തെ ഒരു ചികിത്സാ രീതി, ഇന്നതുണ്ടോന്ന് എനിക്കറിയില്ല, ഈ ആയുർവേദത്തിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേക്ക, ഈ ചൂട് വെക്കണ ചികിത്സാ രീതി അതെല്ലാവർക്കും ചെയ്യാൻ, അതിൽ വിദഗ്ധരായ ആളുകൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവർക്ക് തലക്ക് ശക്തമായ രോഗം ബാധിച്ചപ്പോ അന്നത്തെ ചികിത്സാ രീതിയാകുന്ന ചൂട് വെക്കുന്ന ചികിത്സാ രീതി അവരും സ്വീകരിച്ചു. അപ്പൊ അതിന് തലക്ക് ചൂട് വെച്ചു കൊടുക്കണാരെന്ന് അറിയോ? ഖബ്ബാബ് റളിയല്ലാഹു. ഈ സ്വഹാബിനെ പൊള്ളിച്ച ഈ പെണ്ണിന്റെ തന്നെ തലയിൽ ചൂട് വെക്കുന്ന പണി ഖബ്ബാബ് റളിയല്ലാഹുവിനെ തന്നെ അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്തു. ഇങ്ങനെ പല കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാം. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അതിശക്തമായ ഈ വിധത്തിലുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്ന ഈ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് അതിന്റെ ചാരത്ത് ഇങ്ങനെ കിടക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, പ്രയാസങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പൂർവകാല പ്രവാചകന്മാരുടെ അനുചരന്മാർ സഹിച്ചിട്ടുള്ള തുല്യതയില്ലാത്ത പീഡന ചരിത്രങ്ങൾ പറഞ്ഞ് അവർക്ക് ആശ്വാസം നൽകുകയാ ചെയ്തത്. റസൂലുള്ളാഹി പൂർവകാല സമൂഹം അനുഭവിച്ച പ്രയാസങ്ങൾ പറഞ്ഞു കൊടുത്തു. മുമ്പ് ഈ വിശ്വാസിയായതിന്റെ പേരിൽ അവരതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല വിധത്തിൽ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോ കുഴി കുത്തിയ കുഴിയിൽ അവരെ ഇറക്കി നിർത്തി തലയിൽ നമ്മൾ മരമീരുന്ന ഈർച്ചവാളുണ്ടല്ലോ, ആ വാള് കൊണ്ടുവന്ന് മൂർധാവിൽ വെച്ച് ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും നിന്നിട്ട് മരമീറുന്നത് പോലെ ഈർന്ന് ശരീരത്തെ രണ്ടായി പിളർത്തിയ ആ വിധത്തിലുള്ള പീഡനങ്ങൾക്ക് വിധേയരായ ആളുകൾ പൂർവികരിൽ കടന്നുപോയിട്ടുണ്ട്. ഇങ്ങനൊക്കെ ചെയ്തിട്ടും അവരാരും വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പൂർവകാല ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അവസാനം റസൂൽ അവരോട് പറഞ്ഞത്, വല്ലാഹി ല യുതിമ്മന്നല്ലാഹു ഹാദൽ അംറ ഹത്താ യസീറ الراكب من صنعاء الى حضرموت لا يخاف الا الله والذئب على غنمي ولكنكم تستعجلون. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അഥവാ ദീനിനെ അല്ലാഹു തആല പൂർത്തീകരിക്കുന്നത് എല്ലായിടത്തും എത്തും. വേറെ റിവായത്തിൽ കാണാം, ലയബ്ലുഗന്ന ഹാദൽ അംറു മാ ബലഗൽ ലൈലു വന്നഹാർ. ഈ രാവും പകലും എവിടെയുണ്ടോ അവിടെയൊക്കെ ഇതെത്തും. ഫീ കുല്ലി മദരിൻ വബർ, എല്ലാ കുടിലിലും കൊട്ടാരത്തിലും ഇത് എത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹത്താ യസീറ الراكب من صنعاء
ഇലാ ഹദറമൗത്ത്. സ്വന്നാ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, യമനിന്റെ തലസ്ഥാനമാണ് സ്വന്നാ, അവിടെ നിന്ന് ഹദറമൗത്തിലേക്ക് ഒരാൾക്ക് യാത്ര ചെയ്യാം. അയാൾക്ക് ആകെ പേടിക്കേണ്ടി വരിക അള്ളാഹുവിനെ പേടിക്കേണ്ടി വരും, ഭൗതികമായി അദ്ദേഹത്തിന് പേടിക്കേണ്ടി വരിക തന്റെ ആട്ടിൻ പറ്റങ്ങളെ ചെന്നായ പിടിക്കുമോ എന്നൊരു പേടിയല്ലാതെ ഒരു ഭൗതിക ശക്തിയും പേടിക്കാതെ സുരക്ഷിതമായി നിർഭയനായി ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് യാത്ര ചെയ്യാവുന്ന വിധത്തിൽ ഇവിടെ ശാന്തിയും സമാധാനവും പരന്നൊഴുകുന്ന കാലം വരിക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അല്ലാഹുവിന് അവന്റേതായ ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇങ്ങനെ പൂർത്തിയാകുമ്പോഴാണ് ദീൻ പരക്കുകയും പ്രചരിക്കുകയും സമാധാനമുണ്ടാകുകയും ഒക്കെ ചെയ്യുക. ഇതാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ആ വേളയിൽ റസൂൽ പറഞ്ഞത്. ഖബ്ബാബ് റളിയല്ലാഹു തആല അൻഹുവിനെ സാമ്പത്തികമായ ഞെരുക്കമുണ്ടാക്കാനും ആളുകൾ ശ്രമിച്ചിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നിടത്ത് കാണാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അദ്ദേഹത്തിന് ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ജോലിയാണ്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ എടുത്ത ജോലി ചെയ്തതിന്റെ കാശ് കൊടുക്കാൻ ഈ പല ആളുകളും തയ്യാറാക്കുന്നില്ല. കാശ് ചോദിക്കുമ്പോ അന്ന് മുഹമ്മദിൽ അവിശ്വസിച്ച കാശ് തരാന്ന്, കാഫിറായ കാശ് തരാം, മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞ് തിരിച്ചു വന്നാൽ കാശ് തരാം. അപ്പൊ അദ്ദേഹം പറയും, ശരി, നിങ്ങൾ കാശ് തരുന്നില്ലെങ്കിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു നാള് വരാനുണ്ട്, അവിടെ വെച്ച് നമുക്ക് കാണാം. അവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞപ്പോൾ അതിനെയും പരിഹസിച്ചു. അവിടെ വെച്ച് കാണാമെങ്കിൽ അവിടുന്ന് എനിക്ക് കാശ് ഉണ്ടാവും, അപ്പൊ തരേണ്ടത്. ഞാനിപ്പോ പണക്കാരനാണ്, പരലോകത്ത് എനിക്ക് നല്ല പണവും കാശൊക്കെ ഉണ്ടാവും, അവിടുന്ന് നമുക്ക് ഇടപാട് വീട്ടാം എന്ന് പറഞ്ഞ് അതിനെ പരിഹസിച്ച ആളുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെ സംബന്ധിച്ച് ആയത്ത് വരെ ഇറങ്ങിയിട്ടുണ്ട്. സൂറത്ത് മറിയമിൽ അഫറഅയ്തല്ലദീ കഫറ ബിആയാതിനാ വഖാല ലഊതയന്ന മാലം വവലദാ, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിച്ച് തള്ളുന്നവരെ നീ കണ്ടുവോ? അവൻ പറയുന്നത്, എനിക്ക് അല്ലാഹു തആല സന്താനവും സമ്പാദ്യവും ഒക്കെ നൽകിയിട്ടുണ്ട്, അവിടുന്നും അത് കിട്ടും എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെന്താണ്, അള്ളാഹിനോട് വല്ല കരാറും ചെയ്തിട്ടുണ്ടോ? അതവർക്ക് ഗൈബിയായ കാര്യങ്ങൾ അറിയുമോ? അല്ല, അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അവരെല്ലാരും ഒറ്റക്കൊറ്റക്ക് നമ്മളടുത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറയുന്ന ശക്തമായ താക്കീത് ഉൾക്കൊള്ളുന്ന വചനം ഈ ആളുകളുടെ വിഷയത്തിൽ അവതരിച്ചതാണ് എന്ന് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖാലിദ് ബിൻ സഈദ് എന്ന് പറയുന്ന മറ്റൊരു സ്വഹാബി, അദ്ദേഹമാണ് പീഡനത്തിന് വിധേയനായ മറ്റൊരാൾ. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചത് എങ്ങനെയാണെന്നോ, അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ നബി ദഅവത്തുമായി വന്ന ആ സമയത്ത് അദ്ദേഹം ഒരു സ്വപ്നം കാണും. ആ സ്വപ്നത്തിൽ അദ്ദേഹം കാണുന്ന, അദ്ദേഹം ഇങ്ങനെ ഒരു തീയുടെ വക്കത്ത് ഓരത്ത് ഇങ്ങനെ എപ്പോഴും അതിലേക്ക് വീഴാവുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്വപ്നം കണ്ടു അദ്ദേഹം. ഈ കണ്ട സ്വപ്നം അദ്ദേഹം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് വന്ന് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പറയും, നബിയോട് ചെന്നിട്ട് പറയണം, അദ്ദേഹത്തിന്റെ സത്യമതം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നല്ലൊരു സ്വപ്നമായിരിക്കും ഇത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേരണ കാരണം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി ഈ സ്വപ്നം അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ശരിയായ വ്യാഖ്യാനം, അഥവാ ഇത് സത്യം സ്വീകരിക്കാനുള്ള പ്രേരണയാണ് എന്ന രീതിയിലുള്ള അതിന് വ്യാഖ്യാനങ്ങൾ നൽകി അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ അദ്ദേഹത്തിന് അതിശക്തമായ പീഡനങ്ങളുണ്ട്. പീഡനം എന്ന് പറഞ്ഞാല് പട്ടിണി കിടുക, ദിവസങ്ങളോളം പട്ടിണി കിടുക, ഒരിറ്റ് വെള്ളം കുടിക്കാൻ കൊടുക്കാതിരിക്കുക, അതിശക്തമായ ചൂടുള്ള സമയത്ത് പോലും ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ ദിവസങ്ങളോളം പ്രയാസപ്പെടുത്തുക. നമുക്കറിയാലോ, അത്ര രാജ്യങ്ങളിലൊക്കെ ഉള്ള ദാഹവും ചൂടും, അവിടെ പട്ടിണി കിട്ടിട്ടും വെള്ളം കൊടുക്കാതെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ഈ രീതിയിൽ അദ്ദേഹത്തെ കഷ്ടപ്പെടുത്തി. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ഒരിക്കലും പിന്മാറാൻ തയ്യാറായില്ല. ഇന്ന് നമ്മൾ ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാന
പെട്ട ആളുടെ ചരിത്രം കൂടെ പറയാം. ഉസ്മാൻ ബിൻ മളൂനാണ് മറ്റൊരാൾ. ഉസ്മാൻ ബിൻ മളൂൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ അല്ല, ഉസ്മാൻ ബിൻ മളൂൻ എന്ന് പറയുന്ന ഒരു സ്വഹാബി. അദ്ദേഹം ഇസ്ലാമിലേക്ക് ആദ്യകാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ആളാണ്. മക്കയിലെ മർദ്ദനമുറകൾ അസഹ്യമായപ്പോൾ അദ്ദേഹം അബിശീനയിലേക്ക് പലായനം ചെയ്തു. അബിശീനയിലേക്ക് പലായനം ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, ഉസ്മാൻ ബിൻ മളൂൻ എന്ന് പറയുന്ന സ്വഹാബി. അങ്ങനെ അബിശീനയിൽ ഇങ്ങനെ കഴിയുന്ന സമയത്താണ് ഒരു കള്ളവാർത്ത പ്രചരിച്ചു. അബിശീനയിൽ മക്കക്കാരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പോവാം. മക്കയൊക്കെ അവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത അവിടെ പരന്നു. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്തു? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹയ്യ അലസ്സലാത്ത് ഹയ്യ അലസ്സലാത്ത് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ ഫലാഹ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്മാൻ ബിൻ മളഊൻ റളിയല്ലാഹു അൻഹു അബിശീനയിലേക്ക് പലായനം ചെയ്ത സ്വഹാബിയാണ്. അവിടെ ചെന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മക്കക്കാരൊക്കെ മുസ്ലിങ്ങളായിട്ടുണ്ട് എന്നതിന് വിവരം കിട്ടും. അപ്പൊ അവർ തീരുമാനിച്ചു, എങ്കിൽ നമുക്ക് മക്കയിലേക്ക് തന്നെ പോകാം, നമ്മുടെ നാട്ടിൽ തന്നെ തിരിച്ചു പോകാം, ഇങ്ങനെ വിദേശികളായി കഴിയണ്ടല്ലോ, നമ്മൾക്ക് സ്വന്തം നാട്ടിൽ തന്നെ കഴിയാലോ എന്ന് വിചാരിച്ച് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോഴാണ് അറിയുന്നത് ഇത് കള്ളവാർത്തയായിരുന്നു. അപ്പോ വലിയ വലിയ ഔലിയാക്കളാണ്. വൈബറിയും അവിടെ തന്നെ കൂലേ, മക്കക്കാർ മുസ്ലിങ്ങളായിട്ടുണ്ട് തന്നെ കള്ളവാർത്ത. അത് ശരിയല്ല. അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നതൊക്കെ ശത്രുക്കളുടെ കുതന്ത്രാണ്, നമ്മളെ പീഡിപ്പിക്കാൻ വേണ്ടി നമ്മളെ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോവുകയാണിത് എന്നൊന്നും ചിന്തിച്ചില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെ അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വരുമ്പോഴുള്ളൊരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, അക്കാലത്ത് ഒരു രാജ്യത്തു നിന്ന് ഒരാൾ പലായനം ചെയ്ത് പോയാൽ പിന്നെ ആ നാട്ടിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ആ നാട്ടിൽപ്പെട്ട ഒരു പ്രധാനിയുടെ സംരക്ഷണം കിട്ടും. മക്കത്തുനിന്ന് ഒരാൾ നാട് വിട്ടുപോയി, ഇജറ പോയി, പിന്നെ അദ്ദേഹത്തിന് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരണം, അവിടെ താമസിക്കണമെങ്കിൽ അവിടെയുള്ള ഒരു പ്രധാനി അയാൾക്ക് സംരക്ഷണം കൊടുക്കണം. അയാൾ കീഴിലല്ല, അയാൾ വിസ കൊടുക്കണം എന്ന് പറയാം നമ്മളെ ഭാഷയിൽ പറഞ്ഞ, എങ്കിലേ അയാൾക്ക് അവിടെ വന്ന് താമസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹത്തിന് മക്കയിലേക്ക് തിരിച്ചു വന്നപ്പോ സംരക്ഷണം നൽകിയ ആള് അൽ വലീദ് ബിൻ മുഗീറയാണ്. അറിയപ്പെട്ട സാഹിത്യകാരനാണ്. വലീദ് ബിൻ മുഗീറയുടെ സംരക്ഷണത്തിലാണ് ഉസ്മാൻ ബിൻ മളഊൻ റളിയല്ലാഹു തആല അൻഹു മക്കയിൽ പ്രവേശിച്ചു. അങ്ങനെ മക്കയിൽ പ്രവേശിച്ച് അദ്ദേഹം അങ്ങനെ ഒരാൾ സംരക്ഷണം കൊടുത്താൽ പിന്നെ ശത്രുക്കളൊന്നും ചെയ്യൂല. ഇതേ മുസ്ലിം അയാൾക്കളെ സ്വതന്ത്രം അനുസരിച്ച് ഇബാദത്തൊക്കെ ചെയ്ത് പോകാം, ആരും ഒന്നും ചെയ്യൂല. അങ്ങനെ അദ്ദേഹം സുഖമായി ഇബാദത്തൊക്കെ ചെയ്ത് സുഖകരമായ ജീവിതം ഇങ്ങനെ നയിക്കുമ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു പ്രയാസവും, ഞാനിങ്ങനെ സുഖമായി ജീവിക്കുക, എന്റെ സഹവിശ്വാസികളാകുന്ന മറ്റു സ്വഹാബികളൊക്കെ അങ്ങനെ പീഡനം സഹിച്ച് ഇവിടെ കഴിയുക. അദ്ദേഹത്തിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം വലീദിനോട് പോയിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ സംരക്ഷണം വേണ്ട, അത് നിങ്ങൾ പിൻവലിച്ചോളി.
അപ്പൊ നിങ്ങൾ കഅബയുടെ അടുത്ത് പോയിട്ടാണ് ഇത് പ്രഖ്യാപിക്കുക. കഅബയുടെ അടുത്ത് പോയിട്ട് ഇന്ന ആൾക്ക് ഞാൻ സംരക്ഷണം നൽകിയിട്ടുണ്ടെന്ന് പറയും, പരസ്യപ്പെടുത്തും. അപ്പൊ അതേപോലെ നിങ്ങൾ എന്നെ കഅബയുടെ പരിസരത്തേക്ക് കൊണ്ടുപോയിട്ട് ഉസ്മാന് ഞാൻ കൊടുത്തിരുന്ന സംരക്ഷണം ഞാൻ പിൻവലിച്ചിട്ടുണ്ട്, നിങ്ങൾ അവിടുന്ന് പരസ്യമായിട്ട് പറയണം. എനിക്ക് നിങ്ങളെ സംരക്ഷണം വേണ്ട ഇനി എന്ന് പറഞ്ഞ് അദ്ദേഹം സംരക്ഷണം തിരസ്കരിച്ചു. എനിക്കത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ അദ്ദേഹം അവിടുന്ന് ഇങ്ങോട്ട് പോരുമ്പോഴാണ് ലബീദ് ബിൻ റബിയ എന്ന് പറഞ്ഞ വലിയൊരു കവി ഉണ്ടായിരുന്നു. ലബീദ് ബിൻ റബിയ എന്ന് പറയുന്ന കവി, അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് കവിത ചെല്ലുന്ന ആ സദസ്സിന്റെ അരികിലൂടെ പോകുന്നു. അപ്പൊ അയാൾ ചെല്ലുന്ന കവിത ഇതാണ്: അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഇതാണ് കവിത. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. അല്ലാഹ് അല്ലാത്തത് മുഴുവനും, നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നത് മുഴുവനും ബാത്തിലാണ്, നിരർത്ഥകരമാണ്, അസത്യമാണത് എന്നതാണ് ആദ്യ വരി. ഈ വരി കേട്ടപ്പോ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല പറഞ്ഞു, സദഖത, നീ ആ പറഞ്ഞ സത്യമാണ്, അത് ശരിയാണ്. പിന്നെ അടുത്ത വരി എന്താ? കുല്ലു നഈമില്ല മഹാലത സായിലു. എല്ലാ നിഅമത്തും അത് നീങ്ങിപ്പോവും, ഇല്ലാതെയാകും, ഒരു സംശയമല്ല, എല്ലാ നിയമത്തും ഇല്ലാതാവും എന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബത, അത് പച്ച നുണയാണ്, പെരുന്നുണയാണത്. കാരണം നഈമുൽ ജന്ന ലാ തസൂൽ, സ്വർഗീയാനുഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതെയാകില്ല, അത് നിലനിൽക്കും. അതുകൊണ്ട് നീ പറഞ്ഞത് പച്ച നുണയാണ് അവിടെ പറഞ്ഞു. സത്യം പറഞ്ഞപ്പോ അത് അംഗീകരിച്ചു, അസത്യം പറഞ്ഞപ്പോ അതിനെ എതിർത്തു. മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു ഇതാണ് ചെയ്തപ്പോ അദ്ദേഹത്തെ ആളുകൾ ആക്രമിക്കാൻ തുടങ്ങി. ആക്രമിച്ച് അദ്ദേഹത്തിന്റെ ഒരു കണ്ണിന് ശക്തമായ പരിക്കേറ്റു, ഒരു കണ്ണിന് ശക്തമായ പരിക്കേറ്റു. അപ്പൊ ഇതൊക്കെ കണ്ടു നിൽക്കുകയാണ് ആര്? അദ്ദേഹത്തിന് ആദ്യം സംരക്ഷണം നൽകിയിരുന്ന വലീദ് ബിൻ മുഗീറ ഇതൊക്കെ അങ്ങനെ കണ്ടു നിൽക്കുന്നുണ്ട് അവിടെ. അപ്പൊ വലീദ് പറഞ്ഞു, എന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ആരും ഒന്നും ചെയ്യില്ലായിരുന്നു. അതുകൊണ്ട് വേണമെങ്കിൽ നിനക്ക് ഞാൻ വീണ്ടും ഞാൻ നിനക്ക് സംരക്ഷണം തരാം, എന്റെ സംരക്ഷണത്തിലേക്ക് തിരിച്ചു വരൂ എന്ന് വലീദ് ആവശ്യപ്പെട്ടപ്പോ മഹാനായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, വല്ലാഹി ഇന്ന ഐനിയ സ്വഹീഹ ലഫഖീറത്തുൻ ഇലാ മിസ്ലി മാ അസ്വാബ ഉഖ്തഹ ഫില്ലാ. എന്റെ ഒരു കണ്ണിനാണ് ഈ പരിക്കേറ്റത്, പരിക്കേൽക്കാതെ ആരോഗ്യകരമായ മറ്റേ കണ്ണിനും ഇതേപോലെ പരിക്കേൽക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എനിക്കതിന് പ്രശ്നമില്ല. ഒരു കണ്ണിനെ പരിക്കേൽക്കുന്നു, രണ്ടാമത്തെ കണ്ണിനും ഇങ്ങനെ നിൽക്കുകയാണെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല എന്നുള്ള ആശയത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലീദ് പറഞ്ഞല്ലോ രണ്ടാമങ്ങൾക്ക് സംരക്ഷണം തരാം. അതിനോടുള്ള പ്രതികരണം പറഞ്ഞത്, വഇന്നീ ലഫീ ജിവാരിൻ മൻ ഹുവ അഅസ്സു മിൻക വഅഖ്ദർ യാ അബാ അബ്ദി ശംസ്. അബൂ അബ്ദു ശംസ് എന്ന് പറയുന്നത് വലീദ് ബിൻ മുഗീറയുടെ വിളിപ്പേരാണ്. അതുകൊണ്ട് വലീദേ, നിന്നെക്കാൾ വലിയ കരുത്തുള്ള, കഴിവുള്ള, സംരക്ഷണം നൽകാൻ കഴിവുള്ള ഒരു പ്രതാപശാലിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് നിന്റെ ഒരു സംരക്ഷണവും ആവശ്യമില്ല എന്ന് പറഞ്ഞ് പാടേ അത് അദ്ദേഹം തിരസ്കരിച്ചതായി കാണാം. മഹാനായ ഈ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു തആല അൻഹു മരിച്ചപ്പോ, അദ്ദേഹം മദീനയിൽ വെച്ചാണ് മരിക്കുന്നത്. നമ്മൾ മദീനയുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്ന വേളയിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. മദീനയിൽ വെച്ച് അദ്ദേഹം മരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജനാസയെ പോയി ചുംബിച്ച് സ്നേഹപ്രകടനം നടത്തിയ സംഭവങ്ങൾ കാണാം. ഒരു സ്വഹാബി വനിത വന്നിട്ട് പറഞ്ഞു, ഉസ്മാൻ ബിൻ മദ്ഊനെ അല്ലാഹു തആല ആദരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന് അല്ലാഹു തആല സ്വർഗം നൽകിയിരിക്കുന്നു എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയപ്പോൾ റസൂൽ തിരുത്തി. അതെങ്ങനെ നീ പറയുന്നത്? അപ്പോ ഈ സഹാബി വനിത പറഞ്ഞു, അദ്ദേഹത്തെ അള്ളാഹു ആദരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് അള്ളാഹു ആദരിക്കുക? അപ്പൊ റസൂൽ പറഞ്ഞു, ഞാൻ അള്ളാന്റെ റസൂലാണ്, എന്നെ നാളെ എന്താ അള്ളാഹ് ചെയ്യാൻ നിനക്കറിയില്ല. അപ്പൊ അതിന്റെയൊക്കെ എത്രയോ താഴെയല്ലേ ഇദ്ദേഹം എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ നിർണയിച്ച് അയാൾ സ്വർഗത്തിലാണ്, അയാള് അല്ലെങ്കിൽ നരകത്തിലാണ്, രണ്ടും പറയാൻ പറ്റില്ല. ഇന്ന വ്യക്തി സ്വർഗത്തിൽ,
അത് എത്ര വലിയ ആളാണെങ്കിലും ശരി, അള്ളാഹും റസൂലും വ്യക്തികളെ നിർണയിച്ച് സ്വർഗത്തിലാണെന്ന് പറഞ്ഞ ആളുകളെ കുറിച്ച് നമുക്കും പറയാം. അള്ളാഹു റസൂലും പറയാത്ത ഒരാളെ കുറിച്ച് ഇന്ന വ്യക്തി സ്വർഗത്തിൽ, വ്യക്തിയെ നിർണയിച്ച് സ്വർഗനരകം പറയാനുള്ള അധികാരം നമുക്കില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ തിരുത്തിയത്. പലപ്പോഴും ആളുകളുടെ ധാരണ, ആളുകൾ അങ്ങനെ പറയാറുണ്ട്, സ്വർഗത്തിൽ ഇന്ന ആള് സ്വർഗത്തിൽ ദറജ ഏറ്റി കൊടുക്കട്ടെ എന്നാ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലാണോ അല്ലേ എന്നാണ് അറിഞ്ഞു, സ്വർഗത്തിൽ എത്തിയിട്ടല്ല ദറജ കൂട്ടല്. അപ്പൊ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ച് പറയാൻ നിർവാഹമില്ല, അത് വഹീന്റെ അടിസ്ഥാനത്തിൽ പറയേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഒരു സഹാബി വനിത ഈ വിധത്തിലുള്ള പരാമർശം നടത്തിയപ്പോ റസൂലുള്ളാഹി അത് ഇടപെട്ട് തിരുത്തിയത് അതുകൊണ്ടാണ് എന്ന് അതിലെ വിശ്വാസ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പാഠമാണ്. ഇനി മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അത് ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞ് ഞാൻ അവസാനിക്കും. അത് ചുരുക്കി പറഞ്ഞാൽ മതി, നമുക്കത് അറിയാവുന്നതാണ്. മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മദീനയിലെ മക്കയിലെ ഏറ്റവും സുഖാഡംബര ജീവിതം നയിച്ച ആളാണ്. എത്രത്തോളം ചോദിച്ചാല് അദ്ദേഹത്തിന്റെ ഉമ്മ രാത്രി ഉറങ്ങുന്ന സമയത്ത് നല്ല പലഹാരം, പായസ രൂപത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ ഉണ്ടാക്കി, ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് തലഭാഗത്ത് കൊണ്ടുപോയി വെക്കുന്നതാണ് രാത്രിയിൽ. എന്തിനു? ഉണരുമ്പോ കഴിക്കാൻ. കുട്ടിയടക്കം രാത്രി ഉണരുമ്പോ ആ കുട്ടിക്ക് മുസ്അബ് റളിയല്ലാഹു കഴിക്കാനുള്ള ഭക്ഷണം തലഭാഗത്ത് രാത്രിയിൽ സ്പെഷ്യൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴാണ് ഉണരുന്നത് അപ്പൊ കഴിക്കാൻ. അല്ലാത്ത സമയത്ത് വേറുണ്ട്, ഉറക്കത്തിൽ ഉണരുന്ന സമയത്ത് പോലും സുഭിക്ഷമായ ഭക്ഷണം കഴിക്കാനുള്ള, അതിന് മാത്രമുള്ള സുഖസൗകര്യങ്ങളോടുകൂടെ ജീവിച്ച ആളാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു. ഏറ്റവും മുന്തിയ വസ്ത്രം, ഏറ്റവും കൂടുതൽ മുന്തിയ സുഗന്ധദ്രവ്യം, ഇതൊക്കെ ഉപയോഗിച്ചിരുന്ന ആളാണ് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തെ കുറിച്ച് റസൂലുള്ളാഹി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ അത്ര മുന്തിയ വസ്ത്രം ധരിക്കുന്ന ഒരാളെ, മുന്തിയ അനുഗ്രഹങ്ങളിൽ മുസ്അബിനെ പോലെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിച്ച മക്കക്കാരിൽപ്പെട്ട ഒരാൾ എനിക്ക് പരിചയമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മുസ്അബ് റളിയല്ലാഹു തആല അൻഹു ഇഹലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ തന്റെ ശരീരം ഒന്ന് മുഴുവൻ മറക്കാൻ ആവശ്യമായ കഫംപുട പോലും ഇല്ലാതെയാണ് അദ്ദേഹം യാത്രയായിട്ടുള്ളത്. നമുക്കറിയാലോ, അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്നൊരു വസ്ത്രം. ആ വസ്ത്രം കൊണ്ട് കഫൻ ചെയ്യാൻ നോക്കുമ്പോ തല മറച്ചാൽ അത് കാല് വെളിവാവും, കാല് മറച്ചാൽ തല വെളിവാവും. അത്ര നീളമുള്ളൂ വസ്ത്രം, ഒരു തുണി പോലും പൂർണ്ണമായിട്ടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ തല ഈ വസ്ത്രം കൊണ്ട് മറച്ച് കാൽഭാഗത്ത് പുല്ല് വെച്ചിട്ടാണ് കഫൻ ചെയ്തത് എന്ന് ചരിത്രത്തിൽ കാണാം. അത്രയും പരമദരിദ്രനായി, ഭൗതികമായി അത്രയും പരമദരിദ്രനായി അദ്ദേഹത്തിന് ഇഹലോകവാസം വെടിയേണ്ടി വന്നിട്ടുണ്ട്. ഈ ചരിത്രം പറയുമ്പോൾ ചില ചരിത്രകാരന്മാർ പറയുന്നത്, സുഖലോലുപരായി കഴിയുന്ന യുവജനത ബി മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ആവർത്തിച്ചു പഠിക്കണമെന്ന്. സുഖാഡംബരങ്ങളിൽ മതിമറന്ന് സത്യത്തിന് ഏറെ ദൂരം പാലിച്ച് കഴിയുന്ന യുവജനത പ്രത്യേകമായി ആവർത്തിച്ചു വായിച്ചു പഠിക്കേണ്ടുന്ന ചരിത്രമാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവരൊക്കെ ഇത്രമേൽ ത്യാഗം സഹിച്ച് അവിടെ ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങ് പൂർണ്ണമായും സമർപ്പിച്ചത് കൊണ്ടൊക്കെ തന്നെ ആണ്, അതിന് ആ കാരണം കൊണ്ടൊക്കെയാണ് നമുക്കൊക്കെ ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാനും സുഖകരമായി ഇബാദത്ത് ചെയ്യാനൊക്കെ ഒരു നിമിത്തം അവരാണ്. അതുകൊണ്ട് അവിടെ ചരിത്രം പഠിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടെ ചരിത്രം പ്രചരിപ്പിക്കുക എന്നതൊക്കെ അവരോട് നമ്മൾ കാണിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയും അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും പീഡനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് ഓർത്തുവെക്കാവുന്ന രീതിയിൽ ആവർത്തിച്ച് കേൾക്കുകയോ അല്ലെങ്കിൽ ക്ലാസ് അത് നോട്ട് ചെയ്യുകയൊക്കെ വേണം. അത് ഇനിയും കേൾക്കാൻ അവസരമുണ്ട്. കേട്ട് അത് പഠിച്ച് ആവർത്തിച്ച് അതിലെ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെ അതിനനുസരിച്ച് ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയും
ശ്രമിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.